അതിന്റെ പണിയിലായി. നിങ്ങളൊരു ഒഴിവ് തരുന്നില്ലല്ലോ. ഞായറാഴ്ച നമ്മളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പാർട്ടിയെ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ള അതിൻ്റെ പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, നമ്മളൊരു സ്ട്രാറ്റജി പബ്ലിക്കുമായി നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അതിൽ ജനങ്ങളിലേക്ക് നമ്മളത് വിടും. അതിനുശേഷം ജനങ്ങൾക്ക് നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായം നമ്മൾ പരിഗണിക്കും. തിരുത്തേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്തും. അങ്ങനെ ഒരു പൊതുജനാഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പാർട്ടിയുടെ ഫൈനൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നമ്മൾ തീരുമാനിക്കുകയും അത് ഡിക്ലെയർ ചെയ്യുകയും അത് എന്താ പറയുക സീൽ ചെയ്യുകയും ചെയ്യാം. മഞ്ചേരി ജസീല ജംഗ്ഷനിൽ അത് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിലെ എല്ലാ നല്ലവരുടെ മനുഷ്യരും. 6-ാം തീയതി ഈ വരുന്ന സൺഡേ വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരി ടൗണിലെ ജസീല ജംഗ്ഷനിൽ ബൈപ്പാസിലുള്ള വലിയ പ്രത്യേകം സജ്ജമാക്കിയ മൈതാനത്തിലാണ് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന പോലീസിൻ്റെ ഈ ഗുണ്ടായിസം, പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഇടയിലുള്ള ഈ നെക്സസ്, നാട് നേരിടുന്ന പൊതുവായ വിഷയങ്ങൾ, ഒരു സമൂഹത്തെ മുഴുവൻ എന്താ പറയുക അപരവൽക്കരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങി താമർ ജിഫ്രി വിഷയം വരെയുള്ള വിഷയങ്ങൾ ഒന്ന് നമ്മളവിടെ പ്രതിപാദിക്കപ്പെടും. അതുകൊണ്ട് ജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം പറഞ്ഞൊരു കാര്യം, ഈ നിലമ്പൂർ പരിപാടിക്ക് പറഞ്ഞൊരു കാര്യം, ജനങ്ങളൊരു പാർട്ടിയായി മാറുകയാണെങ്കിൽ അതിന് പിന്നിൽ താനുണ്ടാവും എന്നുള്ളതാണ്. പിന്നീട് കഴിഞ്ഞ ദിവസം MLA തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തി. ജനങ്ങളിൽ നിന്നും അഭിപ്രായ രൂപീകരണം സ്വരൂപിച്ചതിന് ശേഷമാണ് ഈ പാർട്ടി പ്രഖ്യാപനം നടത്തിയത്, അത് സ്വയം തീരുമാനിച്ചത്. അതായത് കഴിഞ്ഞ ഒരു CM-ന്റെ എന്നെ തള്ളിക്കൊണ്ട് എന്നെ കള്ളനാക്കിക്കൊണ്ടുള്ള നിർദ്ദേശത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണല്ലോ പുറത്തേക്ക് വരേണ്ടി വരുമെന്നുള്ള തീരുമാനം ഉണ്ടാകും. അന്ന് തൊട്ടുള്ള നമ്മുടെ ആലോചനയും കമ്മ്യൂണിക്കേഷനുമാണ്. നിങ്ങളടക്കമുള്ളവർ പറഞ്ഞിരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോകും. CPM ലീഡർഷിപ്പ് പ്രചരിപ്പിച്ചിരുന്നത് നമ്മൾ ലീഗിലോ കോൺഗ്രസിലോ പോകും. അപ്പം ആ ഒരു സാഹചര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലമ്പൂരിലെ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ജനങ്ങളൊരു പാർട്ടിയായി മാറുകയാണെങ്കിൽ ഞങ്ങളൊരു അണിയായി നിൽക്കും. അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വലിയ സമ്മർദ്ദം ജനങ്ങളുടെ, ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്. ചിലതൊന്നും നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇവരൊക്കെ ഇനി നാളെ പൊതുസമൂഹത്തിൽ പെട്ടെന്നൊരു പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക.